ഗുഡ് ആഫ്റ്റർനൂൺ. ഹാപ്പി വീക്കെൻഡ്. നമ്മളിന്ന് തുടരും എന്ന മൂവി കാണാൻ പോവാണ്. തുടരും എന്ന മൂവി നല്ല റിവ്യൂ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ടിക്കറ്റ് എടുത്തതാണ്. ഇപ്പോൾ ഞങ്ങൾ റിവ്യൂ നോക്കിയിട്ടേ മൂവിക്ക് പോകാറുള്ളൂ. കാരണം ഈ പ്രമോഷനും അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ട് ചില മൂവി കാണാൻ പോകുമ്പം അതിൽ പറയുന്ന അത്രയൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ കറക്റ്റ് റിവ്യൂ നോക്കിയിട്ടേ പോകാറുള്ളൂ. ഇതിന് നല്ല റിവ്യൂ ആണ് കണ്ടത്. എല്ലാവരും പറഞ്ഞത് പണ്ടത്തെ ലാലേട്ടനെ തിരിച്ചു കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ രണ്ടുപേരും മൂവി കാണാൻ പോവാണ്. മൂവി കാണണം, പിന്നെ അതിന് മുന്നേ ആയിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഇന്ന് എവിടെയാണ് പോകുന്നത്? സംസം മന്തി. ഓക്കെ, സംസം മന്തി ദേറയിലാണ് നമ്മൾ സ്ഥിരം പോവാറ്. അവിടെ തന്നെയാണ് പോകുന്നത്. വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു 2018 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ഇപ്പം പോകുന്ന ഒരു ഫ്രീക്വൻസി കുറഞ്ഞു. മുന്നേ ആണെങ്കിൽ എപ്പോഴും പോവായിരുന്നു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡും പോയൊരു ടൈം ഉണ്ടായിരുന്നു. അതിൽ മന്തിയിലാകുമ്പം നമുക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ കൂടുതൽ മസാല ഇല്ല, ഓവർ സ്പൈസി അല്ല, വയറിന് നല്ല സുഖമാണ്. പിന്നെ ചിക്കൻ ഉണ്ട്, ഫിഷ് ഉണ്ട്, അതുപോലെ മട്ടൻ ഉണ്ട്. ഞങ്ങൾ മൂന്നും മാറി ചില പ്രാവശ്യം പോകുമ്പോൾ ഞങ്ങൾ മട്ടനാണ് കഴിക്കാറ്. മട്ടൻ അവിടുത്തെ റിബ്സിൻ്റെ ഒക്കെ പോർഷൻ വരുന്നത് നല്ല ടേസ്റ്റാണ്. ഇവിടെ ദുബായിൽ മമ്മൂട്ടി വരുമ്പോൾ ഒക്കെ സ്ഥിരം അവിടെ നിന്നാണ് കഴിക്കാറ് എന്നുള്ള അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ളൊരു ചേട്ടൻ എൻ്റെ നാട്ടുകാരനാണ്. അപ്പം ഞങ്ങൾ അവിടെ പോകുന്ന സമയത്തിന് ഞങ്ങൾക്ക് വേണ്ടി സീറ്റൊക്കെ അറേഞ്ച് ചെയ്യായിരുന്നു. പക്ഷെ ആ ചേട്ടൻ ഇപ്പം മാറി തോന്നല്ലേ, ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു, വേറെ ബ്രാഞ്ചിലോട്ട് പോയി. അപ്പം എന്തായാലും പക്ഷെ ഇന്ന് കുറച്ച് ട്രാഫിക് ഉണ്ട്. വീക്കെൻഡും ദുബായിൽ ഇപ്പം ട്രാഫിക് തന്നെയാണ്. സാധാരണ മുന്നേയൊക്കെ വീക്കെൻഡ് അത്യാവശ്യം റോഡൊക്കെ ക്ലിയർ ആവാറുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു കാർ ഇപ്പോൾ കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഫുള്ള് ബ്ലോക്കാണ്. പിന്നെ വേറെന്താണ്, ഇവിടെ ശരിക്കും നമുക്ക് മെനു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടുത്തെ എല്ലാ ഐറ്റംസും ഒരുവിധം നമുക്കറിയാം. മട്ടനിൽ ഉള്ള മന്തിയുണ്ട്, അതുപോലെ ഫിഷിലുണ്ട്, ചിക്കനിലുണ്ട്. നമ്മൾ മാറി മാറി കഴിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഫിഷായിരുന്നു. കാരണം മട്ടൻ ഇപ്പം കുറച്ചായിട്ട് എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഫിഷാകുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അവർ സൂപ്പും വെജിറ്റബിൾസും സാലഡും തരും. ഇത് പണ്ടേ അവിടെയുള്ള ആ സെയിം പാറ്റേണിൽ തന്നെയാണ് ഇപ്പോഴും. ടേസ്റ്റിനും വലിയ മാറ്റമൊന്നുമില്ല, അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. ഈ സൂപ്പ് നല്ല ടേസ്റ്റാണ്. നല്ല പുളിയും ഉപ്പും ഒക്കെ ഉണ്ട്. അതിൽ പെപ്പറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. എനിക്ക് ഇവിടുത്തെ ആ പാറ്റേൺ ഭയങ്കര ഇഷ്ടമാണ്. പോയി ഇരുന്ന് കഴിയുമ്പോൾ തന്നെ സൂപ്പ് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പകുതി വിശപ്പ് മാറും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മന്തി റൈസും, എന്താണ് ചിക്കനാണെങ്കിൽ ചിക്കൻ, മട്ടനാണെങ്കിൽ മട്ടൻ, ഫിഷാണെങ്കിൽ ഫിഷ്, അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള സ്വീറ്റ് ബോളും അതുപോലെ കട്ടൻ ചായയുണ്ട്. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ കിട്ടിക്കഴിഞ്ഞാലാണ് ഈ മന്തിയുടെ ഒരു കംപ്ലീറ്റ് ആവുന്നത്. മന്തിയുടെ ആ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് ആവുന്നത്. ദുബായിൽ വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ ആകെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. ആകെയല്ല, മെയിനായിട്ട് അത് തന്നെയാണ്. കാരണം ഇവിടെ വെറൈറ്റി ഓഫ് കേരള ഫുഡ് നല്ല നാടൻ രീതിയിലുണ്ടെങ്കിലും ഈ മന്തി എന്തോ ഒരു സ്പെഷ്യലായിട്ട് തോന്നാറുണ്ട്. നമുക്ക് മടുക്കാറില്ല കേട്ടോ, എന്താണെന്നറിയില്ല. മേ ബി ഇതിൽ ഓവർ മസാല ഇല്ലാത്തത് കൊണ്ടാവാം. ഇതുവരെ ഈ ഒരു മന്തി നമുക്കിതുവരെ മടുത്തിട്ടില്ല. ഓവർ മസാലയും ഇല്ല, ഓവർ എരിവില്ല, എല്ലാം പാകത്തിനാണ്. പിന്നെ എണ്ണ അധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും തിന്നാൻ പറ്റും, കഴിക്കാൻ പറ്റും. ഇതിൽ റൈസ് സാധാരണ വളരെ കുറവാണ് ഉണ്ടാവാറ്. ഇന്ന് കുറച്ചധികം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ റൈസ് വാങ്ങിയിട്ടില്ല, ഇതിലങ്ങ് ഒതുക്കി. കാരണം ഇത് കഴിഞ്ഞിട്ട് സ്വീറ്റ് ബോൾ ഉണ്ടല്ലോ, അതും കൂടെ കഴിക്കാൻ അതിനുള്ള വിശപ്പ് അവിടെ വെക്കണമല്ലോ, അതുകൊണ്ട് അത് സ്വീറ്റ് ബോൾ വന്നു. പക്ഷേ ഇന്നത്തെ സ്വീറ്റ് ബോളിൽ ചൂട് കുറവായിരുന്നു.
അതിൻ്റെ കൂടെയുള്ള കട്ടൻ ചായയിലാണെങ്കിൽ അവർ പുതിനയും കൂടെ ആഡ് ചെയ്തിട്ട് പുതിനയുടെ ഫ്ലേവറും കൂടെ വരുമ്പം നമുക്ക് നല്ലതാണ്. അത് പിന്നെ ഡൈജഷനും നല്ലതാണല്ലോ. ഞങ്ങൾ മൂവി കാണാൻ വേണ്ടിയിട്ട് ബോക്സിലെത്തി, സിറ്റി സെൻറ്ററിലെത്തി. മൂവി തുടങ്ങാനൊരു 45 മിനിറ്റ്സ് എടുക്കും. അപ്പം ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഇത് സ്ഥിരം വാങ്ങുന്ന പോപ്കോൺ ചായ, സ്ഥിരം മൂവിക്ക് വരുമ്പോൾ പോപ്കോൺ നിർബന്ധമാണ്. തുടരും മൂവി കണ്ട് നമ്മളിതാ ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ, വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. സൂപ്പർ സിനിമ, ക്ലാസ് സിനിമ. അതിൻ്റെ അകത്തുള്ള മോഹൻലാൽ ഒരു രക്ഷയില്ല, പൊളി വില്ല, ഒന്നൊന്നര സാധനം, സൂപ്പർ അഭിനയം, അടിപൊളി. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. കുറെ കാലത്തിന് ശേഷം വലിയ ഹൈപ്പൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ എടുത്ത സിനിമ. തരുൺ മൂർത്തി സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അഭിനയിച്ച് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. മോഹൻലാലിന്റെ പഴയ കാലത്തെ ഇതിലേക്കൊക്കെ കുറെ പോയി. അതിൻ്റെ അകത്തുള്ള അഭിനയമൊക്കെ ഒരു രക്ഷയില്ല. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. എല്ലാവരും ഒന്ന് പോയി കാണേണ്ട സിനിമ. ലാലേട്ടൻ ഫാൻസിന് ഇത് വലിയൊരു ട്രീറ്റ് ആയിരിക്കും. കാരണം നമ്മൾ കുറേ കാലമായിട്ട് ലാലേട്ടനെ മിസ് ചെയ്ത് ആ ഒരു ഇങ്ങനെയുള്ള ജോണർ നമ്മൾ മിസ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം ഫൈറ്റ് ആണെങ്കിലും ആ നോട്ടം, കണ്ണുകൾ അഭിനയിക്കുകയാണ്. തരുൺ മൂർത്തി നല്ലൊരു ഡയറക്ടറാണ്. അതിൻ്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും നല്ലതാണ്, സൗണ്ട് മിക്സിങ് നല്ലതാണ്, BGM സൂപ്പറാണ്. അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഫുള്ളൊരു ഫൺ ഫാമിലി ഇതായിരുന്നു. കുറച്ച് കോമഡി പോലെ പഴയ മാനറിസം ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള മോഹൻലാലിന്റെ ആ വന്ദനത്തിലും അങ്ങനെയുള്ള ഒരു ക്യൂട്ട് കളികളല്ലേ, ആ കുട്ടിക്കളി, അതൊക്കെ നല്ല രസമായിരുന്നു. മോഹൻലാലിന്റെ പഴയ സിനിമ ഡയലോഗായിരുന്നു ട്രോളുന്നുണ്ടായിരുന്നു. ശോഭന പറയുന്നത് വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ എന്നൊക്കെ, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഞ്ഞി എടുക്കട്ടെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഒക്കെ ഫണ്ണായിട്ട് മോഹൻലാലിന്റെ കുട്ടിക്കളിയും അത് നല്ല രസമുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലെത്തിയപ്പോൾ കളി വേറെ രീതിയിലായിരുന്നു. ഒന്നും കഥ പറയുന്നില്ല. അപ്പം എല്ലാവരും ഇത് എന്തായാലും പോയി കാണണം. ഫാമിലി ഓഡിയൻസിനും ഇഷ്ടപ്പെടും, പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും എന്തായാലും. കാരണം ഈ അടുത്തൊന്നും ഇങ്ങനെ ഒരു മൂവി ഇറങ്ങിയിട്ടില്ല അല്ലേ, ഇത്ര ഒരു നല്ലൊരു സിനിമ എന്ന് തന്നെ പറയാം. കേറിയിട്ടുണ്ടെങ്കിൽ മുതലാവുന്ന സിനിമ. എല്ലാ ജോണറിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. കോമഡി ആണെങ്കിൽ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഉണ്ട്, ഫാമിലിക്ക് പോകാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിലുള്ള വേറെ എല്ലാ സംഭവങ്ങളും എല്ലാം ഉണ്ട്. സൂപ്പർ സിനിമയാണ്. അപ്പോൾ എല്ലാവരും പോയി കണ്ടോ. ഞങ്ങൾ പോയി കണ്ട ഞങ്ങളെ പേഴ്സണലി അഭിപ്രായമാണ് അത്. ഞങ്ങളെ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം അതിൽ ലാലേട്ടൻ്റെ ഒരു സീനുണ്ട്, എൻ്റെ അമ്മോ, രണ്ട് മൂന്ന് സീന് ഭയങ്കരമായിട്ട് നമുക്ക് രോമ എണീച്ച് നിൽക്കാന്ന് പറയല്ലേ, ആ ഒരു സാധനം ഉണ്ട് ഇതിന്റെ അകത്ത്. അതേപോലെ സാധാരണക്കാരന്റെ ഒരു സിനിമയാണ്, അല്ലാതെ വലിയ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വലിയ ഹൈപ്പിലുള്ള അവിടെ പോവുക ഇവിടെ പോവുക അൺനെസസറി ആയിട്ടുള്ള ഓരോ സാധനങ്ങൾ അതൊന്നുമില്ല. ഒന്നുമില്ല. സാധാരണക്കാരന്റെ സിനിമ, സൂപ്പർ സിനിമ, അടിപൊളി. ക്ലൈമാക്സ് നല്ല രീതിയിലാണ്, സിനിമ ലാൻഡ് ചെയ്യുന്നത് നല്ല രീതിയിലാണ്. പിന്നെ മോഹൻലാലിന്റെ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പണ്ടത്തെ ലാലേട്ടനുണ്ടല്ലോ, മുണ്ട് മടക്കി കുത്ത്, ഗൂസ് ബംസ് ആയിരുന്നു തിയേറ്ററിന്. കാരണം നമുക്ക് ദുബായിൽ ഇത്രയും വർഷമായിട്ട് നമ്മൾ തിയേറ്ററിൽ വന്നിട്ട് ഇത്രയും ഓളത്തിലൊരു മൂവി കാണുന്ന ആദ്യമായിട്ടാണ്. കാരണം തിയേറ്റർ ഫുള്ളായിരുന്നു. പിന്നെ ലാലേട്ടൻ്റെ ഓരോ സീൻ വരുമ്പോഴും ഭയങ്കര ബഹളമായിരുന്നു തിയേറ്ററിൽ. എനിക്ക് നാട്ടിൽ നിന്ന് കണ്ടൊരു ഫീലാണ് കിട്ടിയത്. വിസിലടിയും കൈയടിയും, നമ്മളും കൈയടിച്ചല്ലേ ചില സീനിൽ.
നല്ല നല്ല മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറഞ്ഞു പറഞ്ഞതിൻ്റെ രസം കളയുന്നില്ല, എല്ലാവർക്കും പോയി കാണാം. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ശോഭനയാണെങ്കിൽ, ശോഭന ഇന്ന് പ്രൂവൺ ആക്ട്രസ് ആണല്ലോ, പക്ഷെ എന്നാലും ആള് തിരിച്ചു വന്നിട്ട് ആ ഒരു കുറവില്ലാതെ പഴയ രീതിയിൽ തന്നെയാണ് ആള് ആ മീറ്ററിൽ തന്നെയാണ് അഭിനയം ഉണ്ടായത്. പിന്നെ കൂടാതെ അതിന്റെ അകത്തുള്ള വില്ലൻ പിന്നെ ബിനു പപ്പൻ ഒരു രക്ഷയില്ല, സൂപ്പർ. അതെ, വില്ലൻ എന്ന് പറഞ്ഞാൽ അയാളെ ഡെബ്യൂ മൂവി അല്ലേ, അയാൾ ആദ്യമായിട്ട് അഭിനയിക്കുന്ന മൂവിയാണെന്ന് കേട്ടെ. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ആക്ടറെ പോലെ എനിക്ക് ഫീൽ ചെയ്ത്, ആ ഒരു നോട്ടവും പിന്നെ ചൊറിഞ്ഞിട്ടുണ്ടല്ലോ ആള്, നമ്മൾ വെറുത്തു പോകാന്ന് കിട്ടില്ലേ, അതപ്പോ അയാളെ അഭിനയം കൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ ഒരു വില്ലനായി. കാരണം മോഹൻലാലിനെ പോലത്തെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയ ആക്ടറിന്റെ അടുത്ത് ഒരു കട്ടൊക്കെ പിടിച്ചു നിന്നല്ലേ ആള്, കട്ടൊക്കെ സെയിം ഇതിൽ പിടിച്ചു നിന്ന ആള്, അത്രയും ഗംഭീരായിരുന്നു, സൂപ്പർ ആയിരുന്നു. അപ്പൊ തുടങ്ങുമ്പോ നമുക്കൊന്നും മനസ്സിലാവില്ല, കുറച്ച് കഴിയുമ്പോ. അതെ, അപ്പോ ഇതുവരെ കാണാത്തവരെന്തായാലും പോയി കാണാം. എനിക്ക് ഉറപ്പാണ് ഇത് ഇനി 2 ആഴ്ചത്തേക്ക് തിയേറ്ററും ഫുൾ ബുക്കിംഗ് ആയിരിക്കും. അപ്പം ദുബായിലുള്ളവർക്ക് എന്തായാലും നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയി കാണാം, നാട്ടിലുള്ളവർ പെട്ടെന്ന് തന്നെ പോയി കാണാം. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യം കമൻ്റായിട്ട് ഇടാം. എല്ലാവരും വീക്കെൻഡ് എൻജോയ് ചെയ്യല്ലേ, ഞങ്ങൾ വീക്കെൻഡ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് കാണാം. അതുവരെ ബൈ, see you.